നമസ്കാരം. വീണ്ടും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ വീടിന്റെ ചെറിയൊരു കിച്ചണാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. 3 മീറ്റർ വീതിയും 3 മീറ്റർ നീളവും 1.7 വീതിയുമാണ് ആകെ ഈ കിച്ചണുള്ളത്. ഇത് നമുക്ക് എത്രമാത്രം ഉപയോഗപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീട്ടുകാരൻ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഒരു അത്ര വലിയ കഴിവൊന്നും അല്ല എങ്കിലും അവർക്ക് യൂസ്ഫുൾ ആവുന്ന വിധം നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നത്. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ മുഴുവൻ ബാസ്ക്കറ്റുകളാണ്. 4 ബാസ്ക്കറ്റും ഒരു പുൾ ഔട്ടുമാണ് ഞങ്ങൾ ഇവിടെ വെച്ചത്. ഇതൊരു പുൾ ഔട്ടാണ്. ഇതിന്റെ ഉപയോഗം വലിയ ബോട്ടിലുകൾ വെക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ ഡോറാണ്. പിന്നെ ഇതിന്റെ GTPT, അതായത് പ്ലേറ്റ് വെക്കാനുള്ള സൗകര്യം, അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനോട് തൊട്ട് മുകളിലാണ്. സൗകര്യക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ്. ഇതിന് ഞങ്ങൾ അടിയിൽ പീസ് ഒന്നും കൊടുത്തില്ല. ഇതിൽ നിന്ന് വരുന്ന വെള്ളം നേരെ നമ്മുടെ ഈ ബേസിനുള്ളിലേക്കാണ് വിടുക. ഇതിൽ നിന്ന് വെള്ളം തുള്ളിയായി ചാടുമ്പോൾ അത് നേരെ ഈ ബേസിനകത്തേക്ക് തുള്ളിയായിട്ട് ചാടിയിട്ട് അത് അങ്ങനെ പുറത്തേക്ക് വെക്കും. അവിടെ ഞങ്ങൾ അടിയിൽ ഈ ബോക്സിന് പീസുകളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളുടെ ചെറിയ പൗഡറും മറ്റു കാര്യങ്ങളും വെക്കാൻ വേണ്ടി ചെറിയ ഡോറുകൾ കുറെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ബോക്സുകൾ, അതിനെല്ലാം ഡോറുകളും വെച്ചിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. ഹെവി ടൈപ്പ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ മെറ്റീരിയൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് മൾട്ടിവുഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള ഈ കളർ വന്നിട്ടുള്ളത് PVC ലാമിനേറ്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ഷോപ്പിൽ പോയാൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട കളറിൽ എടുക്കാവുന്നതാണിത്. ഇതെല്ലാം ബോക്സ് കൊടുത്ത് അതിന് ഡോർ ഇട്ടതാണ്. മുകളിൽ ഈ ബോക്സ് വരുന്ന കാരണം ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ഡോർ കൊടുത്ത് ചെറിയൊരു സൗകര്യം എടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ബോക്സ് വരുന്നതാണ്. പെയിന്റിംഗ് ഒന്നും കഴിഞ്ഞില്ല. പെയിന്റിങ്ങും ഇലക്ട്രിക് വർക്കും ഒന്നും കഴിഞ്ഞില്ല. അതിന്റെ അപാകതകൾ ഉണ്ടാവും. എങ്കിലും ഇനി ഞങ്ങളുടെ തിരിച്ചുവരവ് എപ്പോഴാണ് ഈ വീട്ടിലേക്ക് എന്നുള്ളത് പറയാൻ കഴിയുക. പുതിയ സൈറ്റിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ടാവും. ഇനി അടിയിൽ നമ്മൾ കൊടുത്തുള്ളത്, ഇത് ആൾറെഡി അവര് വാർത്തുകൊണ്ട് ഒരു സ്ലാബ് ഇട്ടിരുന്നു. അതിന് മുകളിൽ ടൈലൊക്കെ ഇട്ട് അതിന് അടിയിൽ വരുന്ന സ്പേസ് യൂസ് ചെയ്തെടുത്താണ്. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊരു ഗ്രാനൈറ്റിന്റെ പീസ് വെച്ച് നമ്മൾ സാധനങ്ങളെല്ലാം വെക്കാം, അല്ലെങ്കിൽ ഫുഡ് ആയത് എടുത്ത് വെക്കാൻ, അങ്ങനെ സൗകര്യത്തോടു കൂടിയാണ്. ഇവിടെ ലൈറ്റും കാര്യങ്ങളെല്ലാം വരാനുണ്ട്. അപ്പൊ ഇതൊന്നും വർക്ക് പൂർണ്ണമായിട്ടില്ല. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ സമയം എടുത്താലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടിന്റെ വർക്ക് കഴിഞ്ഞ ശേഷം വരാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഇപ്പൊ ഞങ്ങൾ ഇത്രത്തോളം വീഡിയോ എടുത്തുള്ളത്. ഇനി ഇതിന് വന്ന ചെലവിനെ കുറിച്ചാണ്. ഇതിന് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും മൾട്ടിവുഡാണ്. ഒരു ഇടത്തരം മൾട്ടിവുഡ്, ലോ ക്വാളിറ്റി അല്ല, അത്ര ഹൈ ക്വാളിറ്റി അല്ല, ഒരു ഇടത്തരം വരുന്ന മൾട്ടിവുഡാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. പിന്നെ ഇതിന്റെ ഹാൻഡിലെല്ലാം പ്രൊഫൈൽ ഹാൻഡ്, എല്ലാം ഇതിലൂടെ ചാരടിച്ചിട്ട് സിലിക്കോൺ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെലവ് എന്നുള്ളത് ഏകദേശം ഒരു 50,000 രൂപയോളം നമുക്ക് ഇങ്ങനെ ഒരു കിച്ചൺ ചെയ്യാൻ നമുക്ക് ഏകദേശം 50,000 രൂപയോളം ചെലവുണ്ട്. ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ, 3 മീറ്റർ വീതിയും 3 മീറ്റർ നീളവും 1.70 വീതിയുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കിച്ചൺ ചെയ്യാൻ നമുക്ക് ഏകദേശം 50,000 രൂപയാണ് നമുക്ക് ഇവിടെ ചെലവ് വന്നത്.